എല്ലാവർക്കും നമസ്കാരം. Yesterday we discussed about the topic, the concept of social process. That means we already discussed about the definitions of the various definitions given by the various sociologists about the social process, uh, and various kinds of like forms of social process, and what is the meaning of social interaction, uh, its definition, and various conditions of social interaction. These are all we discussed yesterday in yesterday's class. Today, we want to study about the direct and symbolic interaction. What is a direct and symbolic interaction? That means, uh, as we all know, interaction may be direct or symbolic interaction. Symbolic and direct interaction means it refers to the activities of a person which may be seen in such conduct as pushing, fighting, pulling, embracing, dashing, or in any other forms or bodily contact. That is a direct interaction. Symbolic interaction means vocal or other gestures and language spoken or written. That is a it is a summary of experience. Symbol is a summary of experience. It may be represent an object, act, quality, value, idea, or any expected response. And language is the rich storehouse of that particular symbols. That is direct, and there is the direct and symbolic interaction. And another fact is, so in-depth stimulation and response. That means the central nature of our interaction is in-depth stimulation and response. നമ്മൾ മറ്റുള്ളവർ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ ഉണ്ടാവുക. ഇന്ററാക്ട് ചെയ്യാനായിട്ട് പ്രചോദിപ്പിക്കുക. ഞാനൊരു സംസാരിക്കുന്നത്, നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക. ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് യു ഹാവ് ടു റെസ്പോണ്ട്, അല്ലെ റെസ്പോൺസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ ഒരാളുടെ ആക്ഷൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആക്ഷൻസിനെ ആയിക്കോട്ടെ, തോട്ടിനെ ആയിക്കോട്ടെ, ഇമോഷൻസിനെ ആയിക്കോട്ടെ. ശരിക്കും പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അയാൾ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇൻ ഇന്ററാക്ഷൻ ദർ ഇസ് ഇന്റർ സ്റ്റിമുലേഷൻ ആൻഡ് റെസ്പോൺസ്. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ? സോഷ്യൽ ഇന്ററാക്ഷൻ ഈസ് എ ബേസിക് കണ്ടീഷൻ ഫോർ അവർ സോഷ്യൽ എക്സിസ്റ്റൻസ്. ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. And it is a most inclusive group process. It is a context in which the personality grows. അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിത്വം വളരണമെങ്കിൽ അവിടെ ഈ പറയുന്ന സോഷ്യൽ ഇന്ററാക്ഷൻ വേണം എന്നുള്ളതാണ്. ആൻഡ് മാൻ കനോട്ട് ബി കോൾഡ് മാൻ ഔട്ട്സൈഡ് ദ റേഞ്ച് ഓഫ് ഹ്യൂമൻ ഇന്ററാക്ഷൻ. അവിടെ നമുക്ക് ഹ്യൂമൻ ഇന്ററാക്ഷൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാനോ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനോ സാധിക്കില്ല എന്നുള്ളതാണ്. ആൻഡ് ഗ്രൂപ്പ് ഡെവലപ്പ് ത്രൂ ഇന്ററാക്ഷൻ വിത്ത് അതർ ഗ്രൂപ്പ്സ് ആൻഡ് ഡിസിൻറ്റഗ്രേറ്റ് വിത്തൗട്ട് സം സ്റ്റിമുലേഷൻ ഫ്രം ഔട്ട്സൈഡ്. ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റി നിലനിൽക്കുന്നത് തന്നെ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ആർ ഇന്ററാക്ടിങ്, ആൻഡ് ഹ്യൂമൻ ഇന്ററാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സോഷ്യൽ എക്സ്പെക്ടേഷൻസ്. അവിടെ സാമൂഹ്യമായിട്ടുള്ളൊരു പ്രതീക്ഷിതാവസ്ഥ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ഇതിനനുസരിച്ചിട്ടാണ് സൊസൈറ്റി ഇന്ററാക്ട് ചെയ്യുന്നത്. സൊസൈറ്റിക്ക് അവരുടേതായിട്ടുള്ള റൂൾ ഉണ്ട്, നോംസ് ഉണ്ട്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബേസിക് പ്രോസസ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ് ഈസ് ബേസിക് പ്രോസസ് ഓഫ് ഹ്യൂമൻ നേച്ചർ. And the social structure develop and are changed through interaction. That is a important aspect of social interaction. Today we will discuss about the various kinds of social processes. As we discussed earlier, social process, there are some points relating to social process. Society is a system of social relationship. The term relationship refers to the relationship that exists among the people. The relationship between father and son, employer and employee, teacher and student, leader and follower, etc. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. There are some forms of social processes. അതിനെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു സൊസൈറ്റി, സമൂഹമാകുമ്പോൾ സൊസൈറ്റി കണ്ടെയ്ൻ ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് സോഷ്യലി ഡിഫൈൻഡ് റിലേഷൻഷിപ്പ് ഉണ്ട്. അത് നമുക്ക് കാണാനായിട്ട് കഴിയും. ദീസ് റിലേഷൻഷിപ്പ് ആർ ബിയോണ്ട് മെഷർമെന്റ്. ആ റിലേഷൻഷിപ്പിനെ നമുക്ക് അളക്കാൻ സാധിക്കില്ല.
ദാറ്റ് ഈസ് എ ഡീറ്റെയിൽ, ശരിക്കും പറഞ്ഞാൽ അതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോ പഠനമോ നടത്താതെ നമുക്ക് എങ്ങനെ ഏത് തരത്തിലാണ് ഇന്ററാക്ഷൻ പോണെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. സോ ദീസ് കൈൻഡ്സ് ഓഫ് ഇന്ററാക്ഷൻ ഓർ പാറ്റേൺസ് ഓഫ് ഇന്ററാക്ഷൻ ആർ കോൾഡ് സോഷ്യൽ പ്രോസസ്സസ്. ഇനി എന്തൊക്കെ തരത്തിലുള്ള ഇന്ററാക്ഷൻ ആണ് നമുക്ക് അല്ലെങ്കിൽ സോഷ്യൽ പ്രോസസ്സസ് ആണ് നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് പറയാം. ഇന്ന് ഞാൻ കോപ്പറേഷൻ മാത്രമാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ദർ ആർ വേരിയസ് കൈൻഡ്സ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ ഇൻ സോഷ്യൽ സൊസൈറ്റി. Isolation, it includes isolation, cooperation, competition, contravention, conflict, accommodation, assimilation, accumulation, differentiation, disintegration. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതാണ്, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. സോ ഇൻ ദിസ് കൈൻഡ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ ദർ ഈസ് various kinds of social interaction, name we call associative process and dissociative process, and we will discuss about the associative social process. There is accommodation, cooperation, assimilation and accumulation. എന്താണ് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ് എന്നുള്ളത് എന്താണെന്നുള്ളത് പറയാം. നമുക്ക് അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്, ഏതൊക്കെ തരത്തിലുള്ള ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ് സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. കോമ്പറ്റീഷൻ, കോൺഫ്ലിക്ട്, കോൺട്രാവെൻഷൻ, ഡിഫറൻസിയേഷൻ, ഡിസിന്റഗ്രേഷൻ. ഇത്രയും തരത്തിലുള്ള ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഫസ്റ്റ് വൺ, വാട്ട് ഈസ് കോപ്പറേഷൻ? അതാണ് നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കോപ്പറേഷൻ എന്ന് പറയുന്നത് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബേസിക് ആൻഡ് കണ്ടിന്യൂസ് സോഷ്യൽ പ്രോസസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സോഷ്യൽ എക്സിസ്റ്റൻസിന്റെ ഒരു ബേസ് ആണെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ആൻഡ് ദിസ് കോപ്പറേഷൻ മീൻസ് വർക്കിംഗ് ടുഗദർ ഇൻ ദ പർസ്യൂട്ട് ഓഫ് എ കോമൺ ഗോൾ. ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് കോപ്പറേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ടേം കോപ്പറേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ടു ലാറ്റിൻ വേർഡ്സ്, കോ that means meaning together, or operare, that means work, that is together work. Literally cooperation means joint work or working together for common rewards. ഇതാണ് പ്രധാനമായിട്ടും കോപ്പറേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, there are various definitions regarding cooperation. എന്താണ് നമുക്കറിയാം, എന്തൊക്കെ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞതാണ്. Literary cooperation means joint work or working together for common rewards. ഇനി ഡെഫിനിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ there are various kinds of definition. According to Merrill and Eldridge, cooperation is a form of social interaction wherein two or more persons work together to gain a common end. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അടിവരയിട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കോപ്പറേഷൻ ഇസ് എ ഫോം ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ. ഞാൻ പറഞ്ഞു, സോഷ്യൽ ഇന്ററാക്ഷന്റെ ഒരു ഫോമാണ്. ആൻഡ് എന്താണ് അവിടെ സംഭവിക്കുന്നത്? വെറിൻ ടു ഓർ മോർ പേഴ്സൺ വർക്ക് ടുഗദർ, രണ്ടോ അതിലധികമോ വ്യക്തികൾ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു ഗെയിൻ എ കോമൺ എൻഡ്. ദാറ്റ് ഈസ് എ ഡെഫിനിഷൻ ഗിവൺ ബൈ ദ മെറിൽ ആൻഡ് എൽഡ്രിച്ച്. അതുപോലെ തന്നെ AWG എന്ന് പറയുന്ന അടുത്ത ആള് നമ്മളോട് പറഞ്ഞിട്ടുള്ള സോഷ്യോളജിസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ ആണ്, കോപ്പറേഷൻ ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് കോമൺ എൻഡേവർ. അതായത് ഇത് നിലയ്ക്കാതെ നടക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് സമൂഹത്തിന്റെ ഏത് തട്ടി നോക്കിയാലും കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. കോപ്പറേഷൻ ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് കോമൺ എൻഡേവർ എല്ലായിടത്തും ഓഫ് ടു ഓർ മോർ പേഴ്സൺ ടു പെർഫോം എ ടാസ്ക്. രണ്ടോ അതിലധികമോ ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി നടത്തുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ടാണ്. ഓർ ടു റീച്ച് എ ഗോൾ ദാറ്റ് ഈസ് കോമൺലി ചെറിഷ്ഡ്. എല്ലാവർക്കും കൂടി നേടേണ്ട ഒരു ലക്ഷ്യത്തിലേക്ക് കൂട്ടായ ഒരു പ്രവർത്തനം എന്നുള്ളതാണ് AWG കോപ്പറേഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്തൊരു ഡെഫിനിഷൻ ഫെയർ ചൈൽഡ് എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ്. കോപ്പറേഷൻ ഇസ് എ പ്രോസസ് ബൈ വിച്ച് ദ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്സ് കമ്പൈൻ ദെയർ എഫോർട്ട്. ഒരു ഉദാഹരണത്തിന് പറയാം, പ്രോസസ് ആണെന്ന് എല്ലാ ഡെഫിനിഷനിലും നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതൊരു പ്രക്രിയയാണ് ബൈ വിച്ച് ദ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് കമ്പൈൻ ദെയർ എഫോർട്ട്. രണ്ടോ അതിലധികം വ്യക്തികളാവാം, ഗ്രൂപ്പുകളാവാം, ഒരുമിച്ച് നിന്ന് ഈസ് മോർ ഓർ ലെസ് ഓർഗനൈസ്ഡ് വേ ഫോർ ദ അറ്റൈൻമെന്റ് ഓഫ് കോമൺ ഒബ്ജക്റ്റീവ്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, പക്ഷെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് അവരുടെ കോമൺ ഒബ്ജക്റ്റീവിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് കോപ്പറേഷൻ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഫെയർ ചൈൽഡ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് കോപ്പറേഷൻ ഇസ് എ ജോയിന്റ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഡെഫിനിഷൻ, മൂന്ന് ഡെഫിനിഷൻ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും?
we can understand the cooperation is a joint activity in pursuit of common goals or shared rewards. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഏതൊക്കെ തരത്തിലാണ് അവിടെ വേരിയസ് ടൈപ്സ് ഓഫ് കോപ്പറേഷൻ, പലതരത്തിലുള്ള ടൈപ്പ് ഓഫ് കോപ്പറേഷൻ നമുക്ക് അവിടെ ഉണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പറയാം. എന്താ ഇപ്പൊ ഇതിൽ പറയുന്നത് ഡയറക്റ്റ് കോപ്പറേഷൻ, ഇൻഡയറക്റ്റ് കോപ്പറേഷൻ, പ്രൈമറി കോപ്പറേഷൻ, സെക്കൻഡറി കോപ്പറേഷൻ, ടെർഷ്യറി കോപ്പറേഷൻ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ടൈപ്പ് ഓഫ് കോപ്പറേഷൻ ഈ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറയാം. ഡയറക്റ്റ് കോപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ദ ഇൻഡിവിജ്വൽ ഇൻവോൾവ് ഡു ദ identical function, identical function. That means for example ഇതിൽ പറയുന്നത് playing together, worshipping together, tilling the land together, അതുപോലെ തന്നെ taking out a card from the mud, people do work in the company with other members. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെർഫോമൻസ് ഓഫ് എ കോമൺ ടാസ്ക് വിത്ത് ജോയിന്റ് എഫേർട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. പെർഫോമൻസ് ഓഫ് എ കോമൺ ടാസ്ക് വിത്ത് ജോയിന്റ് എഫേർട്സ് ബ്രിങ് ദം സോഷ്യൽ സാറ്റിസ്ഫാക്ഷൻ. അവിടെ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ഓരോരുത്തരും പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഡയറക്റ്റ് ഇന്ററാക്ഷൻ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും, ഡയറക്റ്റ് കോപ്പറേഷൻ അവിടെ കാണാനായിട്ട് കഴിയും. അപ്പൊ അവിടെ അതാണ് പ്ലേയിങ് ടുഗദർ. 10 കുട്ടികൾ ചേർന്ന് ഫുട്ബോൾ അല്ലെങ്കിൽ 20 കുട്ടികൾ ചേർന്ന് ഫുട്ബോൾ കളിക്കുകയാണ്. അപ്പൊ അവിടെ ഫുട്ബോൾ കളിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ അവിടെ കുറെ ആളുകൾ അവരുടേതായിട്ടുള്ള റോളുകൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഗോൾ കീപ്പർ ആയിട്ടുള്ള ഒരാളുണ്ട്, ഫോർവേഡ് കളിക്കുന്ന ഒരാളുണ്ട്, ബാക്ക് നിൽക്കുന്ന ഒരാളുണ്ട്, മിഡ്ഫീൽഡ് കളിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് ഗോൾ അടിക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അതുപോലെ വർഷിപ്പിംഗ് ടുഗദർ, ഒരു പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ ചിന്തിക്കുന്നു. അവരുടെ എയിം എന്ന് പറയുന്നത് ദൈവത്തെ പ്രീതിപ്പെടുത്താനോ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്, വർഷിപ്പിംഗ് ടുഗദർ. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. പക്ഷെ ദേ ആർ കമ്മിങ് ഫ്രം ഡിഫറെന്റ് പാർട്സ്. പല രീതിയിൽ പല ആൾക്കാർ പല രീതിയിലാണ് പ്രാർത്ഥിക്കുക. അപ്പൊ അവിടെ ഒരു ഐഡന്റിക്കൽ ഫംഗ്ഷൻ ഉണ്ട് അവിടെ. ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ ഇൻവോൾവ് ടു ദ ഐഡന്റിക്കൽ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഡയറക്റ്റ് കോപ്പറേഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഇൻഡയറക്റ്റ് കോപ്പറേഷൻ. ഇൻഡയറക്റ്റ് കോപ്പറേഷൻ എന്ന് പറയുന്നത് പീപ്പിൾ വർക്ക് ടുഗദർ, വർക്ക് ഇൻഡിവിജ്വലി ഫോർ ദ അറ്റൈൻമെന്റ് ഓഫ് ദ കോമൺ എൻഡ്. ശരിക്കും പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സ്പെഷ്യലൈസേഷൻ. അരിയായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുണ്ട്. അതിന് ഒരുപാട് ആളുകളുടെ ജോലി ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ കാറാണ് നമ്മൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കാർ ഉണ്ടാക്കാനായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്സുകൾ ഉണ്ടാക്കണം, പാർട്സുകൾ നമ്മൾ ജോയിൻ ചെയ്യണം. പല ആൾക്കാരും പല രീതിയിലാണ് ഇൻഡിവിജ്വലി വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പൊ അവിടെ ഡിവിഷൻ ഓഫ് ലേബർ ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുക, സ്പെഷ്യലൈസേഷൻ അവിടെ കാണാനായിട്ട് കഴിയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫാമേഴ്സ്, സ്പിന്നേഴ്സ്, വീവേഴ്സ്, അതുപോലെ തന്നെ ടൈലേഴ്സ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ആക്ടിവിറ്റീസിലാണ് അവർ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത്. പക്ഷെ എൻഡ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസിങ് ക്ലോത്ത്സ് എന്നുള്ളതാണ്. ബട്ട് ദെയർ എൻഡ് റിമെയിൻസ് സെയിം, ദാറ്റ് ഓഫ് ദ പ്രൊഡ്യൂസിങ് ക്ലോത്ത്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡയറക്റ്റ് കോപ്പറേഷനിലും നമുക്ക് ഇത് മോഡേൺ ടെക്നോളജിക്കൽ ഏജില്, ഇപ്പോഴത്തെ ടെക്നോളജിക്കൽ ഏജില് സ്പെഷ്യലൈസേഷൻ ഓഫ് സ്കിൽസ് നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അവര് ഫങ്ഷൻ ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. ആൻഡ് ഹിയർ ഹെൻസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോപ്പറേഷൻ. പലപ്പോഴും നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും ഇൻഡയറക്റ്റ് കോപ്പറേഷൻ അങ്ങനെയാണ് സംഭവിക്കുക. നെക്സ്റ്റ് ഒരു സംഭവം നമ്മൾ പറഞ്ഞു പ്രൈമറി കോപ്പറേഷൻ എന്താന്നുള്ളത്. ഇവിടെ പ്രൈമറി കോപ്പറേഷൻ എന്ന് പറയുന്നത് പ്രൈമറി ഗ്രൂപ്പിൽ നടക്കുന്ന കോപ്പറേഷൻ. ദാറ്റ് മീൻസ് ഇൻ ഫാമിലി, നെയ്ബർഹുഡ്, ഫ്രണ്ട്സ് ഗ്രൂപ്പ് എക്സെട്ര, അവിടെ നടക്കുന്ന ഒരു കോപ്പറേഷനെയാണ് പ്രൈമറി കോപ്പറേഷൻ എന്ന് പറയാ. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡന്റിറ്റി ഓഫ് എൻഡ്സ് നമുക്ക് ഉണ്ടെന്നുള്ളതാണ്. എവറി ഫാമിലി മെമ്പർ വർക്ക്സ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ഓൾ. എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് അവിടെ. അതുപോലെ തന്നെ ദർ ഈസ് ആൻ ഇന്റർലോക്കിംഗ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് ഗ്രൂപ്പ്സ്. അല്ലെങ്കിൽ അപ്പോൾ ഇവിടെ നമുക്കറിയാം ഗ്രൂപ്പ് കണ്ടെയ്ൻസ് ഓൾ ഓർ നിയർലി ഓൾ ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽസ് ലൈഫ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെ ജീവിതവും ഒരാളെ അല്ലെങ്കിൽ എല്ലാവരെയും ബാധിക്കാം, ഏത് തരത്തിലാണ് പോണേന്നുണ്ടെങ്കിൽ. അപ്പോൾ ദ റിവാർഡ്സ് ഫോർ വിച്ച് എവരി വൺ വർക്ക്സ് ആർ ഷെയർഡ്.
അതുപോലെ തന്നെ വിത്ത് എവരി മെമ്പർ ഇൻ ദ ഗ്രൂപ്പ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഗോൾ എന്ന് പറയുന്നത് ഇറ്റ് ബിക്കം വൺ ഫോർ ദ കോർപ്പറേഷൻ ഇറ്റ് സെൽഫ് ഈസ് എ ഹൈലി പ്രൈസ്ഡ് വാല്യൂ എന്നുള്ളതാണ്. അപ്പൊ അവിടെ സെക്കൻഡ് പ്രൈമറി കോർപ്പറേഷൻ അവിടെ സംഭവിക്കുന്നു. നെക്സ്റ്റ് അത് പ്രൈമറി ഗ്രൂപ്പിലാണ് എന്നുള്ളതാണ്. ഓരോരുത്തരും ഇൻഡിവിജ്വൽ ഗോൾ ഉണ്ടാവും, പക്ഷെ കുടുംബം എന്ന് പറയുമ്പോൾ അതിന്റെ മുമ്പിൽ ഒന്നും വേറെ ഒന്നും എന്താ പറയുക കോംപ്രമൈസ് ചെയ്യാത്ത സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ സെക്കൻഡറി കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു മോഡേൺ സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന സെക്കൻഡറി ഗ്രൂപ്പിൽ കാണാൻ കഴിയുന്ന സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് മെമ്പേഴ്സിൽ ഡയറക്റ്റ് കോൺടാക്ട് ഇല്ലാത്ത ഗ്രൂപ്പുകളെല്ലാം സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പ് വർക്കിൽ നിങ്ങൾ അത് പഠിക്കുക ഏതൊക്കെ തരത്തിലുള്ള ഗ്രൂപ്പുകളാണുള്ളത്. അതുപോലെ തന്നെ ഈസ് ഹൈലി ഫോർമലൈസ്ഡ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ഇപ്പോൾ കോർപ്പറേഷൻ മാത്രമല്ല അവിടെ കാണാനായിട്ട് കഴിയും, അവിടുത്തെ ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, ശരിക്കും പറഞ്ഞാൽ അത് ഇറ്റ് വിൽ ബി ഇൻഡിവിജ്വലിസ്റ്റിക് ആൻഡ് കാൽക്കുലേറ്റിംഗ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡറി കോർപ്പറേഷനിൽ മോസ്റ്റ് മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് ഫീൽ സം ലോയൽറ്റി ടുവാർഡ് ദ ഗ്രൂപ്പ്. നമുക്കറിയാം നമ്മളുടെ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ വെൽഫെയർ ഓഫ് ദ ഗ്രൂപ്പ് ഈസ് നോട്ട് ദെയർ ഫസ്റ്റ് കൺസിഡറേഷൻ. ലോയൽറ്റി ഉണ്ട്, വെൽഫെയർ ഓഫ് ദ ഗ്രൂപ്പ് ഈസ് നോട്ട് ദെയർ ഫസ്റ്റ് കൺസിഡറേഷൻ. എല്ലാവരും അവരുടേതായിട്ടുള്ള ടാസ്കുകൾ ചെയ്യുന്നു, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സെപ്പറേറ്റ്ലി എൻജോയ് ദ ഫ്രൂട്ട്സ് ഓഫ് ഹിസ് കോർപ്പറേഷൻ. ഈച്ച് മേ വർക്ക് ഇൻ കോർപ്പറേഷൻ വിത്ത് അതേഴ്സ് ഫോർ ഹിസ് ഓൺ വേജസ്, സാലറീസ്, പ്രൊമോഷൻസ്. ഇപ്പൊ വർക്ക് എൻവയറമെന്റിലൊക്കെ നമ്മൾ ചെയ്യുന്നത്, നമ്മളിപ്പോൾ കോളേജിൽ വർക്ക് ചെയ്യുന്നു, ഞാനൊക്കെ കോളേജിൽ വർക്ക് ചെയ്യുന്നു, അതുപോലെ പല ഫേമിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. ദേ ആർ ഡൂയിങ് ദെയർ വർക്ക് ഫോർ ദ വേജസ്, സാലറീസ്, പ്രൊമോഷൻ, പ്രോഫിറ്റ്, അതുപോലെ തന്നെ പവർ, പ്രസ്റ്റീജ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ സച്ച് കൈൻഡ് ഓഫ് കോർപ്പറേഷൻ മേ ബി വിറ്റ്നസ്ഡ് ഇൻ പൊളിറ്റിക്കൽ, എക്കണോമിക്, റിലീജിയസ്, കൊമേഴ്ഷ്യൽ, എഡ്യൂക്കേഷൻ ആൻഡ് അതർ ഗ്രൂപ്പ്. ഇവിടെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ദിസ് ഇസ് കോൾഡ് സെക്കൻഡറി കോർപ്പറേഷൻ. അനദർ cooperation is tertiary cooperation, and it may be found in bigger groups. It may be found between two or more political parties, caste, tribes, religion, etc. ഇതിൽ പറയുന്നുണ്ട് and it is often called accommodation. നമുക്ക് അവിടെ ചില സമയങ്ങളിൽ നമുക്ക് അതിനെ വിളിക്കാൻ accommodation എന്ന് പറയാം. Two groups may cooperate and work together for the antagonistic goal. രണ്ട് ഗ്രൂപ്പുകൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നു. With two political parties may work together in an attempt to defeat the third party. ഇപ്പൊ നമ്മൾക്കറിയാം പല സ്ഥലങ്ങളിലും 2008 വന്നിട്ടുണ്ട്, 2009 വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ UPA ഗവൺമെന്റ് കൂടെ അതർ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടായിരുന്നു, ഇടതുപക്ഷം കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ആദ്യത്തെ കാലഘട്ടത്തിൽ ഭരിച്ചത് ഫോർ ഡിഫീറ്റിംഗ് ദ തേർഡ് പാർട്ടി ഇറ്റ്സെൽഫ്. അങ്ങനെ ഒരു സംഭവം അവിടെ അവരുടെ ഐഡിയോളജിക്ക് വ്യത്യാസം ഉണ്ടാവാം, അപ്പൊ പവർ ഹോൾഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും. അതിനെ നമ്മൾ ടെർഷ്യറി കോർപ്പറേഷൻ എന്ന് വിളിക്കും. സോ ഇതാണ് ടൈപ്സ് ഓഫ് കോർപ്പറേഷൻ നമുക്കുള്ളത്. ഇനി നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ എന്താണ് ഈ കോർപ്പറേഷന്റെ റോൾ എന്ന് പറയുന്നത് സോഷ്യൽ ലൈഫിൽ. നമുക്ക് കോർപ്പറേഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇൻ കോർപ്പറേഷൻ ദാറ്റ് മീൻസ് ദ കോർപ്പറേഷൻ ഇറ്റ് ഹാസ് മെയ്ഡ് അവർ സോഷ്യൽ ലൈഫ് പോസിബിൾ ആൻഡ് ലൈവബിൾ എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും നമുക്ക് അവിടെ കാണാനായിട്ട് ഇറ്റ് സറൗണ്ട്സ് അസ് ഓൺ ഓൾ സൈഡ്സ്. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ നെസസിറ്റി നമുക്കറിയാം. നമുക്ക് സൈക്കോളജി ഇപ്പൊ ഒരു കോർപ്പറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൈക്കോളജിക്കലായിട്ട് അത് ഡാമേജ് ഉണ്ടാക്കാം. ബയോളജിക്കലായിട്ടുള്ള നെസസിറ്റി ആവശ്യമുണ്ട്. സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള മെക്കാവറും പേജും പറഞ്ഞു വെക്കുന്നത് man cannot associate without cooperating, without working together in the pursuit of like or common interests. It is needed not only among the individuals, association groups and communities, but also among the nations. Cooperation ഒരു ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത്. It provides solution for many international problems and disputes. ഇപ്പൊ നമുക്ക് ഇന്ത്യയും ചൈനയും നിലനിൽക്കുന്ന പ്രശ്നം, ഇന്ത്യയും പാകിസ്ഥാനും നിലനിൽക്കുന്ന ഒരു പ്രശ്നം, ഇന്ത്യയും മറ്റു രാജ്യങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നം, അവിടെ കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ മോഡ് മാറും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിന്റെ എന്താണ് സോഷ്യൽ ലൈഫിലെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. നെക്സ്റ്റ് ടൈം
കോമ്പറ്റീഷൻ പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. ഈ കോപ്പറേഷൻ ഹെൽപ്പ് സൊസൈറ്റി ടു പ്രോഗ്രസ് നമുക്കറിയാം. അതുപോലെ തന്നെ കോപ്പറേഷൻ ഈസ് എൻ അർജന്റ് നീഡ് ഓഫ് പ്രസന്റ് ഡേ ലൈഫ് വേൾഡ്. ഇപ്പോഴത്തെ യുദ്ധം അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒരു 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 പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോപ്പറേഷൻ ഈസ് എൻ അർജന്റ് നീഡ് ഓഫ് പ്രസന്റ് ഡേ വേൾഡ് എന്നുള്ളതാണ്. ഇപ്പോ ഗ്ലോബലൈസേഷൻ, ഇപ്പോൾ കോപ്പറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ കൊറോണ വാക്സിൻ വരുന്നു, അവിടെ സ്റ്റേറ്റ് ഇന്റേണൽ കോപ്പറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കില്ല, അത് ലെവലിലേക്ക് അത് എത്തില്ല. ഇനി പുറമേയുള്ള ആളുകളാണ്, പുറമേയുള്ള രാജ്യങ്ങളാണ് അത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വില കൊടുത്ത് വാങ്ങിക്കാനായിട്ട് അത് നമുക്ക് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും സംഭവിക്കില്ല. അപ്പൊ ഇറ്റ് ഈസ് വെരി മച്ച് നീഡ്, അല്ലെങ്കിൽ അർജന്റ് നീഡ് ഓഫ് ദ പ്രസന്റ് ഡേ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് ആർ ഓൾ അബൌട്ട് ദ കോപ്പറേഷൻ. നമുക്ക് അടുത്തൊരു ഇതിലേക്ക് പോകാം. എന്താണ് കോമ്പറ്റീഷൻ എന്നുള്ളതാണ് അടുത്തത് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് കോമ്പറ്റീഷനും കൂടി പറഞ്ഞു നിർത്താം നമുക്ക്. വാട്ട് ഈസ് കോമ്പറ്റീഷൻ? നമുക്കറിയാം, കോപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ജോയിന്റ് വെഞ്ചർ വിത്ത് അനദർ ഓർ അതേഴ്സ് ഫോർ എ കമ്മ്യൂണിറ്റി ഗോൾ ഓർ വാല്യൂ. നമുക്കറിയാം ഇവിടെ ഓപ്പോസിഷൻ, ഇവർ തമ്മിലുള്ള ഒരു ഓപ്പോസിഷൻ എന്ന് പറയുന്നത് ഓപ്പോസിഷനും ഉണ്ട്, ആൻഡ് കോപ്പറേഷൻ occur in every society. Their form and function are culturally conditioned. Opposition may be defined as a struggle against another or others for a commodity or value. നമുക്കറിയാം കോമ്പറ്റീഷൻ ഈസ് എ ലെസ് വയലന്റ് ഫോം ഓഫ് ഓപ്പോസിഷൻ. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു വയലന്റ് നേച്ചർ നമുക്ക് അവിടെ കാണാനായിട്ട് ഓപ്പോസ് ചെയ്യുന്നുണ്ട് ആ ഗ്രൂപ്പിനെ, in which two or more person or group struggle for some end or goal. Attention is focused on the reward or the goal rather than the competitor. Attention എന്ന് പറയുന്നത് ഗോളാണ്. In conflict, the person or group the person or group thwart, injures or destroy the opponent in order to secure a goal or a reward എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് പറയുന്ന കോൺഫ്ലിക്റ്റിൽ സംഭവിക്കുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും നമുക്ക് കാണാനായിട്ട് കഴിയും അവിടെ വയലന്റ് നേച്ചർ ഉണ്ട്, ഡിസ്ട്രക്റ്റീവ് ആണ്. As competition becomes more personal, നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു മത്സര ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് പ്രധാനമായിട്ടും അതിന്റെ മീനിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് മീനിങ് ഓഫ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മോസ്റ്റ് ഫണ്ടമെന്റൽ ഫോം ഓഫ് സോഷ്യൽ സ്ട്രഗിൾ എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇറ്റ് ഈസ് നാച്ചുറൽ റിസൾട്ട് ഓഫ് ദ യൂണിവേഴ്സൽ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. നമ്മൾ പറയാറുണ്ട് ഇറ്റ് ഈസ് നാച്ചുറൽ റിസൾട്ട് ഓഫ് ദ യൂണിവേഴ്സൽ struggle for existence, and it is based on the fact that all people can never satisfy all their desires. അതാണ് ഉദ്ദേശിക്കുന്നത്. There is an insufficient supply of things and human beings commonly desire. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യാനുസരണം കിട്ടില്ല. അപ്പോൾ whenever and wherever commodities which people want are available in a limited supply, whenever there is an insufficient supply of things, that means whenever commodities whenever and wherever commodities and which people want available in a limited supply, there is competition. അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ്, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും എന്നുള്ളത്. ആൻഡ് there are various definitions of competition according to Park and Burgess. Competition is in interaction without social contact. അവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആളെ കാണാനായിട്ട് സാധിക്കണമെന്നില്ല. അപ്പൊ സോഷ്യൽ വർക്കേഴ്സ്, അവിടെ കോമ്പറ്റീഷൻ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കാണുന്നില്ല. ആൻഡ് അനദർ ഡെഫിനിഷൻ ഗിവൺ ബൈ ബീസൻ, competition is striving of two or more person for the same goal which is limited so that all cannot share. നമുക്ക് ജോലിക്ക് വേണ്ടി പല കോമ്പറ്റീഷൻസ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും സമൂഹത്തിൽ. ജോലി എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ട ജോലി അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഓൾ ആർ സ്ട്രൈവിങ് ഫോർ ദെയർ ഗോൾ. അതുപോലെ തന്നെ ഹോട്ടൺ ആൻഡ് ഹണ്ട് എന്ന് പറയുന്ന ഒരു രണ്ട് സോഷ്യോളജിസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള കോമ്പറ്റീഷന്റെ ഡെഫിനിഷൻ ആണ് ഇറ്റ് ഈസ് എ സ്ട്രഗിൾ ഫോർ ദ പൊസഷൻ ഓഫ് റിവാർഡ്സ്. ഇറ്റ് ഈസ് എ സ്ട്രഗിൾ ഫോർ ദ പൊസഷൻ ഓഫ് റിവാർഡ്സ് വിച്ച് ആർ ലിമിറ്റഡ് ഇൻ സപ്ലൈ, ഗുഡ്സ്, സ്റ്റാറ്റസ്, പവർ, ലവ്, എനിത്തിങ്. അതാണ്
എന്താണോ ലിമിറ്റഡ് ആയിട്ടുള്ളത് അതിനു വേണ്ടി കോമ്പറ്റീഷൻ അവിടെ ഉണ്ടാവും. ലെസ് വയലന്റ് ഫോം ഓഫ് ഇന്ററാക്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ദർ ആർ സം ക്യാരക്ടറിസ്റ്റിക്സ്, നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമ്പറ്റീഷൻ. സ്കേഴ്സിറ്റി ആണ് ആദ്യത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. സ്കേഴ്സിറ്റി ഈസ് എ കണ്ടീഷൻ ഓഫ് കോമ്പറ്റീഷൻ. നമുക്കറിയാം, wherever there are commonly desired goods and services, there is competition. In fact, economics starts with the fundamental proposition that human wants are unlimited. നമുക്കറിയാം നമ്മുടെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണ്. The resources that can satisfy these wants are strictly limited. അവിടെയാണ് സ്കേഴ്സിറ്റി വരുന്നത്. അപ്പൊ അതിനുവേണ്ടി ആളുകൾ കോമ്പീറ്റ് ചെയ്യുകയും ആ ലിമിറ്റഡ് റിസോഴ്സസിനെ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കോമ്പറ്റീഷൻ ഈസ് നെസസിറ്റേറ്റഡ് ബൈ എ പോപ്പുലേഷൻ ഓഫ് their wants and a world of stubborn and inadequate resources. നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയാതാണ്. അപ്പൊ സ്കേഴ്സിറ്റി ആസ് എ കണ്ടീഷൻ ഓഫ് കോമ്പറ്റീഷൻ. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ആൻഡ് അഫ്ലുവൻസ്, അത് ഉദ്ദേശിക്കുന്നത് ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് മേ ബി ഫൗണ്ട് ഈവൻ ഇൻ സർക്കംസ്റ്റാൻസസ് ഓഫ് അബൻഡൻസ്. ഇപ്പോൾ ഇൻ എ ടൈം ഓഫ് ഫുൾ എംപ്ലോയ്മെന്റ് കോമ്പറ്റീഷൻ, എല്ലാവർക്കും ജോലിയുള്ള സാഹചര്യമാണെന്നുണ്ടെങ്കിൽ in a time of full employment, competition may take place for the status of the top class. അതിനു വേണ്ടിയിട്ട് എല്ലാവർക്കും ജോലിയുള്ള സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ക്ലാസ്സിൽ എത്താനായിട്ടാണ് കോമ്പറ്റീഷൻ ഉണ്ടാവുക. There is competition not only for food, shelter and other basic needs, but also for the luxuries, power, name, fame, social position. ഇതിനൊക്കെ വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ നടത്തുന്നവരുണ്ട്, നമുക്കറിയാം. നെക്സ്റ്റ് ഒരു നേച്ചറാണ് കോമ്പറ്റീഷൻ ഈസ് കണ്ടിന്യൂസ്. It is continuous. That means നമുക്ക് അവിടെ കാണാനായിട്ട് ഇറ്റ് ഈസ് ഫൗണ്ട് വിർച്വലി ഇൻ എവറി ഏരിയ ഓഫ് സോഷ്യൽ ആക്ടിവിറ്റി. എവിടെയും നമുക്ക് കാണാനായിട്ട് കഴിയും. പെർട്ടിക്കുലർലി കോമ്പറ്റീഷൻ ഫോർ സ്റ്റാറ്റസ്, വെൽത്ത്, ഫെയിം ഈസ് ഓൾവേസ് പ്രസന്റ് ഇൻ ഓൾമോസ്റ്റ് ഓൾ സൊസൈറ്റീസ്. എല്ലാ രാജ്യങ്ങളിലും നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ അടുത്തൊരു സംഭവമാണ് കോമ്പറ്റീഷൻ ഈസ് യൂണിവേഴ്സൽ. അവിടെ ഉദ്ദേശിക്കുന്നത് modern civilized society is marked by the phenomenon of competition. That means competition is covering almost all the areas of our social living. എല്ലാ മേഖലയിലും നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ബിസിനസ് പീപ്പിൾ കോമ്പീറ്റ് ഫോർ കസ്റ്റമേഴ്സ്, കാണാനായിട്ട് കഴിയില്ലേ? ലോയേഴ്സ് ഫോർ ക്ലയൻസ്, അത് കാണാനായിട്ട് കഴിയില്ലേ? ഡോക്ടേഴ്സ് ഫോർ പേഷ്യൻസ്, കാണാൻ കഴിയില്ലേ? സ്റ്റുഡൻസ് ഫോർ ദ റാങ്ക്സ് ഓർ ഡിസ്റ്റിങ്ഷൻസ്, ഹയസ്റ്റ് മാർക്ക് മേടിക്കാൻ. അത്ലറ്റ്സ് ഫോർ ദ ട്രോഫീസ്, അല്ലെങ്കിൽ സ്പോർട്സ്മാൻ എന്ന് പറയുന്നത് ട്രോഫീസിന് വേണ്ടിയിട്ട്. പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോർ ദ പവർ, യങ് മാൻ ആൻഡ് വിമൺ ഫോർ മെയ്ഡ്സ് ആൻഡ് സോ ഓൺ. എല്ലാം നമുക്കവിടെ കോമ്പറ്റീഷൻ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ഈസ് ഡൈനാമിക്, നമുക്ക് അവിടെ കാണാനായിട്ട് അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് അച്ചീവ്മെന്റ് ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടു സോഷ്യൽ ചേഞ്ച്. നമുക്കറിയാം, ഇറ്റ് ലിഫ്റ്റ് ദ ലെവൽ ഓഫ് ആസ്പിറേഷൻ ഫ്രം ലോവർ ലെവൽ ടു ഹൈ ലെവൽ. ഒരു ഉദാഹരണത്തിന്, ഒരു കോളേജ് സ്റ്റുഡന്റ് ഒരു കോളേജ് ക്രിക്കറ്റ് ടീമിൽ സെലക്ഷൻ കിട്ടാനായിട്ട് മറ്റുള്ളവരോട് കോമ്പീറ്റ് ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ ബിക്കമിങ് സക്സസ്ഫുൾ മേ ലേറ്റർ സ്ട്രഗിൾ ടു ഗെറ്റ് സെലക്ടഡ് ഇൻ ദ യൂണിവേഴ്സിറ്റി ക്രിക്കറ്റ് ടീം. അല്ലേ? അങ്ങനെയല്ലേ സംഭവിക്കുക? യൂണിവേഴ്സിറ്റി ക്രിക്കറ്റ് ടീമിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റിലേക്ക് പോകണം, സ്റ്റേറ്റിൽ കിട്ടി കഴിഞ്ഞാൽ നാഷണൽ ടീമിലേക്ക് പോകണം. അങ്ങനെയാണ്, അത് അവസാനിക്കുന്നില്ല. സോ കോമ്പറ്റീഷൻ ഈസ് ഡൈനാമിക്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കോസ് ഫോർ സോഷ്യൽ ചേഞ്ച്. അത് ഒരു കോമ്പറ്റീഷൻ ഈസ് എ കോസ് ഫോർ സോഷ്യൽ ചേഞ്ച്. That means the person to adopt new forms of behavior. New forms of behavior. It involves inventions, innovations, which naturally brings about social change. It an effect of social change also. It is an effect of social change also, because a changing society has more goals to open than a relatively static society. Changing society. അപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ചേഞ്ചിന് കാരണമാകുന്ന ഒരു കാര്യമാണ്. ദാറ്റ് മീൻസ് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കോമ്പറ്റീഷൻ മേ ബി പേഴ്സണൽ ഓർ ഇംപേഴ്സണൽ. കോമ്പറ്റീഷൻ മേ ബി പേഴ്സണൽ ഓർ ഇംപേഴ്സണൽ. Competition is normally directed towards a goal and not against any individual, but sometimes it takes place without the actual knowledge of others' existence.
It is impersonal, as in the case of civil service examination. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ contestants എന്താ ചെയ്യണേ ആർ നോട്ട് ഈവൻ അവെയർ ഓഫ് വൺ അനദർ ഐഡന്റിറ്റി. മറ്റുള്ളവരെ കുറിച്ച് അറിയില്ല. ബട്ട് കോമ്പറ്റീഷൻ മേ ഓൾസോ ബി പേഴ്സണൽ, ആസ് വെൻ two individuals contest for the election. നമുക്കറിയാം election നടന്നു, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, ഒരു പൊസിഷന് വേണ്ടിയിട്ട് ഒരു election നടക്കുകയാണ്. സോ കോമ്പറ്റീഷൻ മേ ബി പേഴ്സണൽ ഓർ ഇംപേഴ്സണൽ, നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. നെക്സ്റ്റ് പറയുന്നത് കോമ്പറ്റീഷൻ മേ ബി കൺസ്ട്രക്റ്റീവ് ഓർ ഡിസ്ട്രക്റ്റീവ്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. It may be healthy or unhealthy, or constructive or destructive. If one of the two or more competitors try to win only at the expense of the others, it is destructive. For example, big industrials or capitalistic resort to such a kind of competition and make the small parties to become virtually bankrupt. ജിയോന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ബിസിനസ്മാൻ അടിച്ചു താത്താൻ നോക്കുകയാണ്. അപ്പോൾ അത് കൺസ്ട്രക്റ്റീവ് ആണ്, ദാറ്റ് ഈസ് ഡിസ്ട്രക്റ്റീവ് ആണ്. ബട്ട് കൺസ്ട്രക്റ്റീവ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇസ് മ്യൂച്വലി സ്റ്റിമുലേറ്റിംഗ് ആൻഡ് ഹെൽപ്ഫുൾ. ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദ വെൽഫെയർ ഓഫ് ഓൾ അറ്റ് ലാർജ്. ഫോർ എക്സാമ്പിൾ, ഫാമേഴ്സ് മേ കോമ്പീറ്റ് ടു റേസ് ദ ബെസ്റ്റ് ക്രോപ്സ്. അതുപോലെ തന്നെ വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി ടു മാക്സിമൈസ് ദെയർ പ്രൊഡക്ഷൻ, സ്റ്റുഡൻസ് ഇൻ എ കോളേജ് ടു ഗെറ്റ് ഡിസ്റ്റിങ്ഷൻസ് ആൻഡ് സോ ഓൺ. അതൊക്കെ ഒരു പരിധിവരെ കൺസ്ട്രക്റ്റീവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് വൺ, കോമ്പറ്റീഷൻ ഈസ് ഓൾവേസ് ഗവേൺഡ് ബൈ നോംസ്. നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ദർ ഇസ് നോ സച്ച് തിങ് ആസ് അൺറെസ്ട്രിക്റ്റഡ് കോമ്പറ്റീഷൻ. സച്ച് എ ഫ്രേസ് ഈസ് എ കോൺട്രഡിക്ഷൻ ഇൻ ടേംസ്. മോറൽ നോംസ് ഓർ ലീഗൽ റൂൾസ് ഓൾവേസ് ഗവേൺ ആൻഡ് കൺട്രോൾ കോമ്പറ്റീഷൻ. ആൻഡ് ലാസ്റ്റ് വൺ, കോമ്പറ്റീഷൻ മേ ബി അൺകോൺഷ്യസ് ഓൾസോ. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Many times individuals who are engaged in competition may become oblivious of the fact that they are in a competitive race. അവർക്ക് അറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമ്പറ്റീഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ, ഫോംസ് ഓർ ടൈപ്സ് ഓഫ് കോമ്പറ്റീഷൻ. അത് എന്താണെന്നുള്ളതും കൂടി പറഞ്ഞു നിർത്തിയിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ തോന്നുന്നു. സോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് കോമ്പറ്റീഷൻ എന്താന്നുള്ളത് പറയും. ഓക്കെ, ഇത് നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും എല്ലാവരും ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ്.